നിനക്ക് എന്താ അശ്വിൻ? ഞാൻ പറയുന്നത് കള്ളമാണെന്നാണോ നീ പറയുന്നത്? ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു, വിക്രം ഉറപ്പോടെ പറഞ്ഞു. നിന്റെ മുഖത്ത് നോക്കിയാൽ സത്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. തൽക്കാലത്തെ ഇമേജ് രക്ഷിക്കാനുള്ളൊരു നാടകമല്ലേ? വിക്രം അവൻ്റെ നോട്ടത്തിലൊന്ന് പതറി. അശ്വിൻ വിജയച്ചിരിയോടെ അവനെ നോക്കി. ഞാൻ ഡോറടയ്ക്ക്, വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അശ്വിൻ ഡോർ ലോക്ക് ചെയ്ത് വന്നിരുന്നു. ഇനി പറയാം, എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നാടകം? നാടകമല്ല, അവളോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സ് ഇപ്പോഴും ഇല്ല. പക്ഷേ എൻ്റെ കരിയർ രക്ഷിക്കാൻ, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഇങ്ങനൊരു നാടകം നടത്തിയേ പറ്റൂ. അശ്വിൻ അമർഷത്തോടെ അവനെ നോക്കി. അപ്പോൾ നീ കണ്ടെത്തിയ ഉപായമായിരുന്നു വൈദേഹി ഭാര്യയായി ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തിയത് അല്ലേ? നീ ഒരാണാണോടാ? അന്തസ്സുണ്ടോ നിനക്ക്? പണ്ട് നീ ഇങ്ങനെയായിരുന്നു. സ്വന്തം കാര്യം നടൻ ഏതറ്റം വരെ നീ പോവും. എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, വൈദേഹി ഒരിക്കലും അവളുടെ തീരുമാനം മാറ്റാതിരിക്കട്ടെ. അവൾ മാറ്റും. അവൾ എൻ്റെ അരികിലേക്ക് തന്നെ വരും. വരുത്തും ഞാൻ. പെണ്ണിൻ്റെ ബലഹീനത അവളുടെ കഴുത്തിലെ താലിയാണ്. ആവശ്യം കഴിയുമ്പോൾ അവളെ വലിച്ചെറിയാം വീണ്ടും, അല്ലേ? നീ ഒരു മനുഷ്യനാണോടാ? ഛേ! അശ്വിൻ അറപ്പോടെ മുഖം തിരിച്ചു. ശ്രേയ ഇങ്ങനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് ഞാൻ കരുതിയോ? അവളുടെ കയ്യിൽ ഇങ്ങനൊരു ആയുധമുണ്ടെന്ന് ഭയന്നിട്ട് തന്നെയാണ് അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഞാനൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ അമ്മ കേസ് കൊടുത്തപ്പോൾ അവൾ പിടിയിലായി. കാര്യങ്ങൾ എൻ്റെ കൈവിട്ടുപോയി. ഞാൻ ഉപേക്ഷിച്ചിട്ടും ഞാൻ കെട്ടിയ താലി ഇപ്പോഴും കഴുത്തിലിട്ട് നടന്നവൾക്ക് എന്നെ പൂർണ്ണമായും വെറുക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിക്രം ഗൂഢമായി പുഞ്ചിരിച്ചു. അവൾ ആത്മാഭിമാനമുള്ള പെണ്ണാണ് വിക്രം. അവൾ നീ ഒരിക്കലും മടങ്ങി വരില്ല. അവൾക്ക് സംരക്ഷണമൊരുക്കാൻ ഒരുത്തൻ കാവലുണ്ട്. അവനിനി ഒരിക്കലും നിനക്ക് അവളെ വിട്ടു തരികയുമില്ല. പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇനി നടക്കുന്നത് രാമരാവണ യുദ്ധമാണ്. സീതയെ ആര് നേടുമെന്ന് കണ്ടറിയാം. അപ്പോൾ കഥയിലെ വില്ലൻ ഞാൻ തന്നെയല്ലേ, രാവണൻ? വിക്രം ഉറക്കെ ചിരിച്ചു. അശ്വിൻ കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിക്രത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. വൈദുവിനെ തിരികെ വരുത്താൻ വിക്രം നിരാഹാരം വരെ നടത്തി നോക്കിയെങ്കിലും രാധികയെ അയഞ്ഞുകൊടുത്തില്ല. വൈദു രാധികയെ വിളിക്കുമെങ്കിലും വിക്രത്തെക്കുറിച്ച് യാതൊന്നും ചോദിച്ചില്ല. ഇടയ്ക്കൊരിക്കൽ ദിയെ അവനെ കാണാനായി വന്നു. കേസ് പിൻവലിക്കാൻ രാധികയോട് വിക്രം ആവശ്യപ്പെട്ടു. പക്ഷേ രാധിക അതിന് തയ്യാറായില്ല. ശ്രേയ ജാമത്തിൽ പുറത്തിറങ്ങി. അവൾ വിക്രത്തെ വന്നു കണ്ടു മാപ്പ് പറഞ്ഞു. പെട്ടെന്ന് തോന്നിയ വൈരാഗ്യത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ ചെയ്തു പോയതെന്ന് പറഞ്ഞ് ശ്രേയ പറഞ്ഞപ്പോൾ രാധിക അവളെ പുച്ഛത്തോടെ നോക്കി. രാധിക പോയപ്പോൾ വിക്രം അവളെ പകയോടെ നോക്കി. നീ ഒരുത്തി കാരണമാണ് ഞാനിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നത്. ഇനി ഒരിക്കലും എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത്. നിന്നെ ഇറങ്ങിപ്പോടി. അവളുടെ ഒരു മുതലക്കണ്ണീർ. ശ്രേയ മുഖത്തടിയേറ്റതുപോലെ തല കുനിച്ചിറങ്ങിപ്പോയി. വിക്രം പല്ലു കടിച്ച് അവളെ നോക്കി. ഉണ്ണിയമ്മ തകൃതിയായി ചന്തുവിന് കല്യാണം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ ഒന്നിലും പിടികൊടുക്കാതെ നിന്നു. തേവരക്കാട് അമ്പലത്തിൽ ദർശനത്തിന് പോയതാണ് ചന്തുവും ഉണ്ണിയമ്മയും വൈദുവും കൂടി. നിങ്ങൾ പോയി പ്രദക്ഷിണം വെച്ചോളൂ, ഞാൻ അർച്ചനയ്ക്കുള്ള ചീട്ട് എഴുതിയിട്ട് വരാം, ഉണ്ണിയമ്മ അവരോട് പറഞ്ഞിട്ട് കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു. ചന്തുവും വൈദുവും പ്രദക്ഷിണം ചെയ്തിട്ട് നടയിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നപ്പോൾ വൈദുവിൻ്റെ താലി അഴിഞ്ഞ് നിലത്ത് വീണു. അവൾ പകപ്പോടെ നോക്കി നിന്നു. അശുഭ ലക്ഷണമാണല്ലോ കുട്ടി. ഈ താലി ഇനി നിന്റെ കഴുത്തിൽ പാടില്ലെന്ന തേവരുടെ തീരുമാനം. തിരുമേനി പ്രസാദവുമേ ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ വൈദു സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. ചന്തു പെട്ടെന്ന് താലിയെടുത്ത് കയ്യിൽ വെച്ചു. തിരുമേനി, എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണോ ഇതൊക്കെ? വൈദുവും ഭർത്താവും വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇപ്പോൾ, ചന്തു അദ്ദേഹത്തോട് ചോദിച്ചു. ഈ കുട്ടിയുടെ ജാതകത്തിൽ ഇരട്ടമാംഗല്യമാണ് വിധിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആദ്യത്തെ വിവാഹം ഒഴിഞ്ഞു പോകുകയും വീണ്ടും വിവാഹിതയാവുകയും ചെയ്യും. വൈദു ഞെട്ടലോടെ തിരുമേനിയെ നോക്കി. ഉണ്ണിയമ്മ അത് കേട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ വിവാഹം ഉടനെ ഉണ്ടാകുമോ തിരുമേനി? ഉണ്ണിയമ്മ ചോദിച്ചു. ഉണ്ടാകും. അതിന് താലി ചാർത്തിയ ആൾ സാക്ഷിയാവുകയും ചെയ്യും. അവരെ തമ്മിൽ കൂട്ടിച്ചേർത്തതും അകറ്റി മാറ്റിയതും തേവർ തന്നെയാണ്. ഇനി ഒരിക്കലും ഒന്നിച്ചു ചേരില്ല രണ്ടാളും. അതിൽ ഇവർ രണ്ടാളും വിചാരിച്ചാൽ പോലും. തിരുമേനി അവർക്കുള്ള പ്രസാദം കൊടുത്തിട്ട് തിരികെ കയറിപ്പോയി. ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു വൈദു. ഇത്രയും നാൾ അഴിച്ചു മാറ്റാത്ത തൻ്റെ താലിമാല അഴിഞ്ഞു വീണിരിക്കുന്നു. അതും തൻ്റെ കഴുത്തിൽ താലി വീണ അതേ നടയിൽ തന്നെ. ഉണ്ണിയമ്മ അവളെ ചേർത്ത് പിടിച്ച് പടവുകൾ ഇറങ്ങുമ്പോഴും അവളൊരു പാവയെപ്പോലെ കൂടെ നടന്നു. തിരുമേനി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയായിരുന്നു അവളുടെ മനസ്സ്. ചന്തുവും അതേ അവസ്ഥയിലായിരുന്നു. മറ്റൊരു വിവാഹം അവളുടെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാകുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരുപക്ഷെ വിക്രം ഒരിക്കൽ കൂടി അവളുടെ കഴുത്തിൽ താലി കിട്ടുമോ? അതോ മറ്റാരെങ്കിലും ആകുമോ? ചന്തു രാധികയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാധികയും ഓരോന്ന് ആലോചിച്ചിരുന്നു.
കാലം കാത്തുവെച്ചത് തന്നെ നടപ്പാകട്ടെ എന്ന് ചന്തു അവളോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് ആ താലിമാല അവൾ ചന്തുവിൻ്റെ കയ്യിൽ രാധികയെ ഏൽപ്പിക്കാൻ കൊടുത്തുവിട്ടു. ഇനി അതിൻ്റെ ആവശ്യം തൻ്റെ ജീവിതത്തിലല്ലെന്ന് വൈദുവിന് ഉറപ്പായിരുന്നു. വിക്രത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അശ്വിൻ മുഖേന രാധികയെ അറിഞ്ഞു. എന്തുകൊണ്ടോ വൈദുവിൻ്റെ സ്ഥാനത്ത് തൻ്റെ സഹോദരിയെ കാണാനാണ് അശ്വിന് തോന്നിയത്. ഇപ്പോഴെന്തായി? ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവൻ്റെ അഭിനയമായിരിക്കുമെന്ന്, ഗോപാൽ പുച്ഛത്തോടെ പറഞ്ഞു. വൈദുവിനെ ചന്തുവിനെ ഏൽപ്പിക്കുന്നതല്ലേ ഗോപാലേട്ട നല്ലത്? ചന്തുവിന് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. പക്ഷേ ഉണ്ണിയമ്മയ്ക്ക് എത്രയായാലും സ്വന്തം മകൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളുണ്ടാവില്ലേ? വൈദു ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം ഘട്ടല്ലേ? ഗോപാൽ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ ഉണ്ണിയമ്മയോട് സംസാരിക്കാം ഏട്ടാ. ചന്തുവിനല്ലാതെ മറ്റാർക്കും വൈദുവിനെ ഇത്രത്തോളം സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. വിക്രമിനി അവളുടെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായം മാത്രമാണ്. ദൈവം പോലും അവർ ഒന്നിക്കരുതെന്നല്ലേ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ അവിടേക്ക് പോകാം. ഇനിയും അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ മകൻ കാരണം വീണ്ടും അവൾ കരയും, രാധിക ഉറപ്പോടെ പറഞ്ഞു. ചന്തുവും വൈദുവും ജോലിക്ക് പോയ സമയത്താണ് രാധിക ഉണ്ണിയമ്മയെ കാണാൻ വന്നത്. രാധിക എത്തുമ്പോൾ ഉണ്ണിയമ്മ കുളി കഴിഞ്ഞ് തുണി വിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അല്ല, ആരിത്? രാധികയോ? ഉണ്ണിയമ്മ സന്തോഷത്തോടെ രാധികയെ നോക്കി ചോദിച്ചു. പിള്ളേർ വൈകിട്ടല്ലേ വരൂ? പിള്ളേരെ കാണാനല്ല, ഞാൻ ഉണ്ണിയമ്മയെ കാണാനാണ് വന്നത്. അകത്തേക്ക് വരൂ. ഉണ്ണിയമ്മ രാധികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ചായയിട്ട് ഉണ്ണിയമ്മ രാധികയ്ക്ക് കൊടുത്തു. മോളെപ്പോൾ പോയി? 10 മണിക്ക്. ഇനി വരാൻ 6:30 മണിയാവും. രാധിക ആശ്വാസത്തോടെ ഉണ്ണിയമ്മയെ നോക്കി. എന്തായി വിക്രമിൻ്റെ കാര്യമൊക്കെ? എണ്ണീറ്റ് നടക്കാറായോ? റൂമിനുള്ളിൽ നടക്കാം, പുറത്തേക്കൊന്നും ഇറങ്ങാറായിട്ടില്ല. ഓരോന്നുണ്ടാക്കി വെച്ചാൽ മതിയല്ലോ, രാധിക ദേഷ്യത്തോടെ പറഞ്ഞു. കുട്ടിയുടെ മനസ്സ് മാറി തുടങ്ങിയെന്ന് ചന്തു പറഞ്ഞു. സത്യമാണോ? സിനിമയിൽ മാത്രമല്ല, എൻ്റെ മകൻ ജീവിതത്തിൽ അഭിനയിക്കാൻ മിടുക്കനാ ഉണ്ണിയമ്മേ, രാധിക വേദനയിൽ കുതിർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. എന്താ ഉണ്ടായേ? അവന് കിട്ടിയ നാണക്കേടിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനുള്ളൊരു അടവായിരുന്നു വൈദുവിനോട് കാണിച്ച സ്നേഹമൊക്കെ. അല്ലാതെ എൻ്റെ മോന് അവളെ സ്നേഹിക്കാൻ കഴിയില്ല ഒരിക്കലും. ഞങ്ങൾ പാപം ചെയ്ത മാതാപിതാക്കളാണ്, അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കുന്നത്. ഉണ്ണിയമ്മയ്ക്കറിയോ, വിക്കി MBBS എടുത്തൊരു ഡോക്ടറാണ്. ഓർത്തോയിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ഓഫറുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് സിനിമ എന്ന ഭ്രാന്ത് കയറിയത്. ഒരുപക്ഷെ അവൻ ജോലി ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇന്നവൻ ഞങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ് ഉണ്ണിയമ്മേ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ഇപ്പോഴെൻ്റെ മനസ്സിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ കാര്യം മാത്രം നടക്കണമെന്ന വാശി. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ പാപമാണ് വൈദുവിനെ അവന് പിടിച്ചു കൊടുത്തത്. രാധിക കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ഉണ്ണിയമ്മ രാധികയുടെ കയ്യിൽ കൈ ചേർത്ത് ആശ്വസിപ്പിച്ചു. വിക്രം ഡോക്ടറാണെന്ന് അറിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, അവൻ്റെ അഭിനയ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ പറയുക, അപ്പോൾ എല്ലാം ശരിയാവും. ഒരിക്കലുമില്ല, സിനിമ എന്ന ലഹരി അവൻ്റെ സിരകളിൽ പടർന്നു പിടിച്ചു കഴിഞ്ഞു. ആര് ശ്രമിച്ചാലും നീക്കം ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങനെയോ അവൻ ജീവിക്കട്ടെ, ഞങ്ങളിനി അവൻ്റെ ജീവിതത്തിൽ ഇടപെടാനേ പോകുന്നില്ല. മക്കളെ കൊണ്ട് ഒരു സമാധാനമില്ലെങ്കിൽ അമ്മമാരുടെ ജീവിതം ഇങ്ങനെയായിരിക്കും രാധികയെ. ചന്തു ഇടയ്ക്ക് ഇങ്ങനെയായിരുന്നു, ഭയങ്കര ദേഷ്യവും, വീട്ടിൽ കയറാതെ നടക്കും. എന്നോട് പോലും സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ട്. വൈദു വിവാഹം കഴിഞ്ഞ് പോയപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറിയത്. ഉണ്ണിയമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. ചന്തുവിന് വൈദുവിനെ ഇഷ്ടമായിരുന്നുവെന്ന് ഉണ്ണിയമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അവൾക്കൊഴിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും അറിയായിരുന്നു. പപ്പേട്ടനെ എനിക്ക് വാക്ക് തന്നതായിരുന്നു ചന്തുവിനുള്ളതാണ് വൈദു എന്ന്. പക്ഷേ രോഗത്തിൻ്റെ പിടിമുറക്കത്തിൽ പലതും ഏട്ടൻ മറന്നുപോയി. കൂട്ടത്തിൽ തന്ന വാക്കും. മരിക്കും മുൻപ് അവളെ നല്ല രീതിയിലാക്കണമെന്ന് പറഞ്ഞു ഇടയ്ക്ക്. അപ്പോഴാണല്ലോ നിങ്ങൾ 2 പേരും ഇവിടേക്ക് വന്നതും വൈദുവിൻ്റെ വിവാഹവും ഒക്കെ, ഉണ്ണിയമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഉണ്ണിയമ്മ മനസ്സിലുള്ളത് തുറന്നു പറയുമോ? ഉണ്ണിയമ്മ ചോദിച്ചോളൂ എന്ന അർത്ഥത്തിൽ തല കുലുക്കി. അത് വൈദുവിനെ ചന്തുവിന് ഇപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മതി, നിർത്തിരാധികെ. വൈദു എനിക്കെൻ്റെ മകൾ തന്നെയാണ്. ഞാൻ ഇന്നുവരെ അവളെ വേർതിരിച്ച് കണ്ടിട്ടുമില്ല. പക്ഷേ ഞാൻ ഒരു അമ്മയാണ്. മകൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വൈദു എന്നൊരു 2ാം കെട്ടുകാരിയാണ്. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ വകയാവും. ചന്തുവും വൈദുവും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുള്ളത് കൊണ്ടാണ് അവൾ വിവാഹ ജീവിതം ഉപേക്ഷിച്ച് തിരിഞ്ഞു വന്നതെന്ന് രാധിക പകപ്പോടെ ഉണ്ണിയമ്മയെ നോക്കി. അവർ അന്നേരം സ്വാർത്ഥിയായ ഒരു അമ്മയായി മാറിയിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ണിയമ്മ ഇത് ടെമ്പേർഡ് ആവണ്ട. ചന്തുവിന് വൈദ്യുവിനുള്ള കാഴ്ചപ്പാടിൽ ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അവൻ്റെ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇപ്പോഴും? രാധികയെ ഉറപ്പോടെ ചോദിച്ചപ്പോൾ ഉണ്ണിയമ്മയ്ക്ക് പറയാൻ മറുപടിയില്ലായിരുന്നു.
സമ്പത്തോ പ്രതാപമോ നോക്കിയല്ല ഞാനന്ന് വിക്കിക്ക് വൈദുവിനെ കൊടുത്തത്. അവളെനിക്ക് സ്വന്തം മകളെപ്പോലെ തോന്നിയതുകൊണ്ടാണ്. ഒരിക്കലും അവളെ നഷ്ടപ്പെട്ടിരുന്നു മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തും. വൈദുവിനെ അനുയോജ്യനായ ഒരാളെ തന്നെ ഏൽപ്പിക്കും. രാധിക ബാഗുമായി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഒന്നും മനസ്സിലായി ഉണ്ണിയമ്മേ, അവളോട് നിങ്ങൾ കാണിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമല്ലെന്ന്. പോട്ടെ. രാധിക അതും പറഞ്ഞു പടികൾ ഇറങ്ങിപ്പോകുന്നത് ഉണ്ണിയമ്മ നോക്കി നിന്നു. ഞാനും ഒരമ്മയാണ് രാധികെ. ചന്തുവിൻ്റെ ജീവിതം അവന് യോജിച്ച കുട്ടിയുമായി തന്നെ ജീവിക്കും. തൽക്കാലം സ്വാർത്ഥയായേ പറ്റൂ എനിക്ക്, ഉണ്ണിയമ്മ മനസ്സിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജു വിക്രത്തിൻ്റെ കാര്യം വൈദുവിനോട് ചോദിച്ചത്. എൻ്റെ സഞ്ജു, അയാൾ നല്ലൊരു നടനാ. ഇപ്പം തന്നെ നോക്കിക്കേ, ഇത്രയും നാൾ ഇവളെ വേണമെന്ന് പറഞ്ഞു നടന്ന ആൾ ശ്രേയെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഉടനെ പോസ്റ്റ് ഇടുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇതൊക്കെ അയാളുടെ നാടകമാണെന്ന്. ഇത്രയും സ്വാർത്ഥരായ മനുഷ്യരുണ്ടാകുമോ? അനു ദേഷ്യത്തോടെ പറഞ്ഞു. അത് ശരിയാണല്ലോ വൈദു, അനു പറയുന്നത് പോലെ ഇപ്പം കാണിക്കുന്നതൊക്കെ അയാളുടെ അഭിനയമാണ്. ഇങ്ങനെ പോയാൽ പുള്ളിക്ക് ഓസ്കാർ വരെ കിട്ടും, സഞ്ജു പുച്ഛത്തോടെ പറഞ്ഞു. വൈദു ഒന്നും മിണ്ടാതെ ഇരുവരെയും നോക്കിയിരുന്നു. എന്താ നിന്റെ തീരുമാനം? ചില കുലസ്ത്രീ ഭാര്യമാരെ പോലെ തിരിച്ചു പോകാനാണോ? അനു ഗൗരവത്തോടെ ചോദിച്ചു. എൻ്റെ തീരുമാനം ഇനി ഒരിക്കലും മാറില്ല അനു. അയാൾ എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണ്. ഇനി തുറക്കാൻ ശ്രമിക്കില്ല ഞാൻ ഒരിക്കലും. എടി, ചന്തുവേട്ടൻ എന്തിനു ഇഷ്ടമാണെന്ന് പുള്ളിയുടെ കണ്ണുകളിൽ നോക്കി അറിയാം. അതിനിടയിലൂടെ സഞ്ജു ബോബ് പൊട്ടിച്ചു. എനിക്കറിയാം സഞ്ജു, കുട്ടിക്കാലം മുതലേ ചന്തുവേട്ടൻ എന്നോട് തോന്നുന്ന സ്നേഹം ഒരിക്കലും സഹോദരിയോട് തോന്നുന്ന സ്നേഹമല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും ചന്തുവേട്ടനോട് അങ്ങനെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. ഇനി തോന്നിക്കൂടാ എന്നില്ലല്ലോ, സഞ്ജു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും ചന്തുവേട്ടന് ചേരില്ല സഞ്ജു. ഉണ്ണിയമ്മയ്ക്ക് ഏട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവിടെ ഈ രണ്ടാം കെട്ടുകാരിയായി വൈദേഹിക്ക് യാതൊരു സ്ഥാനവുമില്ല. വൈദു പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അനുവും സഞ്ജുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പക്ഷേ നിനക്കും ചന്തുവേട്ടനും താല്പര്യമുണ്ടെങ്കിൽ ഉണ്ണിയമ്മ ഉറപ്പായി സമ്മതിക്കും. നിങ്ങൾ നല്ല ചേർച്ചയാടി. ഇല്ല അനു, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കൽ താലി വീണ് എൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്ത് ചന്തുവേട്ടനെ ഞാൻ അഭിമാനിക്കില്ല. എന്നേക്കാൾ യോഗ്യതയുള്ളൊരു പെണ്ണിനെ ഏട്ടന് കിട്ടും. വൈദു അതും പറഞ്ഞ് കൈ കഴുകാനായി എഴുന്നേറ്റ് പോയി. എടി, അവൾ അമ്പലും വില്ലും അടുക്കുന്നില്ലല്ലോ. എങ്കിലേ ഇവളെ ഞാനങ്ങ് കിട്ടിയാലോ? സഞ്ജു പറഞ്ഞപ്പോൾ അനു അവനെ പുച്ഛിച്ച് നോക്കി. നോ വേ, നിന്നെ പോയിട്ട് കോഴിയെ എൻ്റെ വൈദ്യുവിന് വേണ്ട. ഓ പിന്നെ വിക്രം നല്ലവനായിരുന്നല്ലോ, എനിക്ക് ആരെയും വേണ്ട. ഞാൻ നല്ല ഒരെണ്ണത്തിനെ സെറ്റാക്കും, നോക്കിക്കോ. സഞ്ജു ചവിട്ടി കുലുക്കി എഴുന്നേറ്റ് പോയപ്പോൾ അനു ചിരിച്ചുകൊണ്ട് പിന്നാലെ പോയി. ഉണ്ണിയമ്മയെ കണ്ട കാര്യങ്ങൾ രാധിക ഗോപാലനോട് പറഞ്ഞു. അപ്പോൾ ആ പ്രതീക്ഷയും അടഞ്ഞു അല്ലേ രാധു? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവർ അങ്ങനെ സംസാരിക്കുമെന്ന്. പ്രത്യേകിച്ച് ചന്തുവിന് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും, രാധിക ഈർഷ്യയോടെ പറഞ്ഞു. അവരെ തെറ്റു പറയാൻ പറ്റില്ല രാധു. അവർ ചിന്തിച്ചതും പറഞ്ഞതുമൊക്കെ അവരുടെ കാഴ്ചപ്പാടിലെ ശരികളാണ്. വൈദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഒരിക്കൽ എല്ലാവരും കൂടി എടുത്ത തീരുമാനം അവൾ അനുസരിക്കുകയായിരുന്നല്ലോ. ഇനിയെങ്കിലും സ്വതന്ത്രമായ തീരുമാനമെടുക്കേണ്ടത് അവൾ തന്നെയാണ്. അവൾ തീരുമാനിക്കട്ടെ സ്വന്തം ജീവിതം എങ്ങനെ വേണമെന്ന്. നമ്മൾ ആരും ഇനി വൈദുവിൻ്റെ വിവാഹക്കാര്യത്തിൽ ഇടപെടേണ്ട. ഇതാണ് എൻ്റെ തീരുമാനം, ഗോപാൽ ഗൗരവത്തോടെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അവൾക്ക് എന്നും കാവലുണ്ടാവും, ഒരമ്മയെപ്പോലെ. ഇനി വിവാഹത്തെപ്പറ്റി തീരുമാനമെടുക്കേണ്ടത് വൈദു തന്നെയാണ്. ഉണ്ണിയമ്മ ഇക്കാര്യത്തെക്കുറിച്ച് ചന്തുവിനോട് സംസാരിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടെങ്കിൽ അവൻ്റെ മറുപടി എന്തായിരിക്കും? അവന് മുന്നിൽ ഉണ്ണിയമ്മ തീരുമാനം മാറ്റിയാലും വൈദു സമ്മതിക്കുമോ? ഓരോന്നോർത്തു. എനിക്ക് നല്ല ടെൻഷനുണ്ട്. സമാധാനപ്പെടിരാതു, എല്ലാം അതാത് സമയത്ത് സംഭവിക്കും. നീ ഇങ്ങനെ BP കൂട്ടല്ലേ, ഗോപാൽ രാധികയെ സമാധാനിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞൊരു വൈകുന്നേരം വൈദുവിന് ഒരു സർപ്രൈസുമായാണ് രാധിക എത്തിയത്. ആക്റ്റീവയുടെ ഏറ്റവും പുതിയ മോഡൽ സ്കൂട്ടർ. അമ്മ ഇത്? വൈദു അമ്പരപ്പോടെ രാധികയെ നോക്കി. സ്വന്തമായി ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്ക് വണ്ടിയില്ലാത്തതൊരു കുറവ് തന്നെയാണ് വൈദു. നിനക്ക് പോകാനും വരാനും ആരെയും ആശ്രയിക്കണ്ടല്ലോ. ഉണ്ണിയമ്മയെ നോക്കിക്കൊണ്ടായിരുന്നു രാധിക അത് പറഞ്ഞത്. ഒരുപാട് സന്തോഷമായമ്മേ, വൈദു രാധികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആക്റ്റീവയിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ചന്തു അവളെ കൊണ്ടുപോകാതിരിക്കാനല്ലേ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? ചിരിയോടെ തന്നെ ഉണ്ണിയമ്മ രാധികയെ നോക്കി ചോദിച്ചു. അതെ, അത് തന്നെ ഉദ്ദേശം. ഇനി അവളെ കൊണ്ട് നടന്ന് ചന്തുവിൻ്റെ ജീവിതം ഇല്ലാതാവണ്ട. എൻ്റെ മോൾ ആർക്കും ഒരു ബാധ്യതയാകരുത്. ജന്മം നൽകിയില്ലെങ്കിലും ഞാൻ അവളുടെ അമ്മ തന്നെയാണ്. അവൾ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ അവൾക്ക് നൽകും. ആരെയും ആശ്രയിക്കാതെ അവൾ ജീവിക്കട്ടെ. ആയിക്കോട്ടെ, പക്ഷേ അവൾ എൻ്റെ ഏട്ടൻ്റെ മകളാണ്. എൻ്റെ മടിയിൽ കിളർന്ന് വളർന്ന കുട്ടിയാണ്. അവളിൽ എനിക്കും അവകാശമുണ്ട്. അവളെ സംരക്ഷിക്കാൻ എനിക്കും അവകാശമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മകന് അവളെ വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും മനസ്സ് സ്വാർത്ഥയായത്?
അന്നേരം ഒരു ടിപ്പിക്കൽ അമ്മയെ ചിന്തിച്ചു, അല്ലേ ഉണ്ണിയമ്മേ? അവൾ ഒരിക്കലും ചന്തുവിനെ ഭർത്താവായി കാണില്ല രാധികയെ. സ്വന്തം സഹോദരനായേ കണ്ടിട്ടുള്ളൂ. അവൾ സമ്മതിച്ചാലും ഉണ്ണിയമ്മ സമ്മതിക്കില്ല. ഒരിക്കലും സ്വന്തം മകനൊരു രണ്ടാം കെട്ടുകാരിയെ നൽകില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും സത്യം അതാണ്. വൈകാതെ ചന്തുവിനൊരു വിവാഹം നോക്കിക്കോളൂ. അവളെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണ്. പറയാനുള്ള അവസരം ഉണ്ടാകുമല്ലോ. ഉണ്ണിയമ്മ ഞെട്ടലോടെ നോക്കി. അങ്ങനെ ആരും ഇല്ലാത്തോളല്ല എൻ്റെ കുട്ടി. അവളെന്താ ഹോസ്റ്റലിൽ നിൽക്കുന്നത്? ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ. രാധിക അവളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലും ഇല്ല. എനിക്കെന്തോ അതാണ് നല്ലതെന്ന് തോന്നി. ചന്തുവിന് നല്ല ആലോചനകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന മുറപ്പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് അവൻ്റെ ജീവിതത്തെ കൂടെ ബാധിക്കും. പുഞ്ചിരിയോടെയാണ് രാധിക പറയുന്നതെങ്കിലും ചാട്ടുളി പോലെ അത് ഉണ്ണിയമ്മയുടെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകണമെന്നാണോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഉണ്ണിയമ്മയുടെ സ്നേഹവും കരുതലും വൈദുവിന് ആവശ്യമാണ്. പക്ഷേ ചന്തുവിൻ്റെ വിവാഹ ജീവിതത്തിൽ അവളൊരു കല്ലുകടിയാകരുത്. ഒരിക്കലും നടക്കാത്ത ബന്ധത്തെ ചന്തു ഇനിയും മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിയരുത്. ഞാൻ പറയുന്നത് ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ണിയമ്മ കാര്യമായി തന്നെ ചിന്തിച്ചു. അവനൊരു ബന്ധത്തിന് സമ്മതിക്കുന്നില്ല. ഇനി എത്ര നാൾ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. രാധികയ്ക്ക് ഉണ്ണിയമ്മയുടെ സഹതാപമാണ് തോന്നിയത്. മക്കളുടെ മനസ്സ് കാണണം ആദ്യം, രാധിക പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ മറുപടിയില്ലാതെ നോക്കി. അപ്പോഴേക്കും ചന്തു ജോലി കഴിഞ്ഞെത്തിയിരുന്നു. ആക്റ്റീവ മുറ്റത്തൂടെ ഓടിച്ചു പഠിക്കുന്ന വൈദുവിനെ നോക്കിക്കൊണ്ടാണ് അവൻ വന്നത്. ഇതെന്താ വണ്ടിയൊക്കെ? ചന്തു ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അമ്മ വാങ്ങിയത് ചന്തുവേട്ടാ, എനിക്ക് വേണ്ടി. വൈദു സന്തോഷത്തോടെ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ചന്തു വണ്ടിയിൽ തൊട്ട് നോക്കിയപ്പോൾ വൈദു മാറിക്കൊടുത്തു. ചന്തു അവളെ പിന്നിലിരുത്തി റോഡിലേക്ക് ഇറങ്ങി. രാധിക ഉണ്ണിയമ്മയെ നോക്കി. ചെറിയൊരു ചിരിയാണ് ആ മുഖത്ത്. ഞാൻ പറഞ്ഞില്ല രാധികയെ, വൈദുവിന് അവൻ സഹോദരനെ പോലെയാണെന്ന്. അവൻ പോലും അവൾ അറിയാതെ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അവളുടെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ്. രാധികയും അത് ശരിയെന്ന പോലെ തലയാട്ടി. പിറ്റേന്ന് വൈദു വണ്ടിയിലാണ് ഹോസ്പിറ്റലിൽ പോയത്. പോകുന്ന വഴിക്ക് വഴിവെക്കിൽ നിയന്ത്രണം വിട്ടുവന്നൊരു കാർ വൈദുവിനെ ഇടിക്കാൻ ശ്രമിച്ചതും അവൾ വെട്ടിയൊഴിഞ്ഞു മാറി. കാർ പെട്ടെന്ന് ബ്രേക്കിട്ട് ഒരു വശത്ത് നിന്നു.